അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ദയവായി ഈ വീഡിയോ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ആൽഗോരിതത്തിന് ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണെന്ന് യൂട്യൂബിന്റെ ആൽഗോരിതത്തിന് മനസ്സിലാവൂ. അങ്ങനെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളതിന്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് കേട്ടോ. അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഈ 2-3 ദിവസമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന പുകയില്? നമ്മുടെ നാട്ടിലെ പാറ്റാ സ്നേഹികൾ പറയുന്നത് ഇപ്പൊ നാട്ടിലെ ജനാധിപത്യം തകർന്നു, മതേതരത്വം തകർന്നു, പിന്നെ നിയമവാഴ്ചയാണെങ്കിൽ നാട് വിട്ടുപോയി. ഇവിടെ ഇതൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ ജനാധിപത്യവും മതേതരത്വവും നിയമവാഴ്ചയൊക്കെ തകർത്ത ആളുടെ പേരെന്താണെന്നറിയോ? നമ്മുടെ പാവം TG മോഹൻദാസ് അമ്മാവൻ. അങ്ങേരെ ഏതോ ചാനലിൽ പോയിരുന്നു ഈ പാറ്റാ സമരക്കാരെ പോലെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം അട്ടിമറിക്കുന്ന രാജ്യദ്രോഹികളെ വെടിവെച്ച് കൊന്നാലും ഒരു സർക്കാരിന് ചെയ്യാവുന്ന നടപടിയാണ് അത്. വെടിവെച്ച് കൊന്നാലും തെറ്റില്ല എന്ന് മൂപ്പര് പറഞ്ഞത്രേ. അതിന്റെ പേരിൽ എന്താണ് ചർച്ച? നാട്ടിലെ ഫേസ്ബുക്കായ ഫേസ്ബുക്ക്, യൂട്യൂബായ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമായ ഇൻസ്റ്റാഗ്രാം, എല്ലായിടത്തും ചർച്ചയാണ്. TG മോഹൻദാസ് എന്ന് പറയുന്ന ക്രൂരൻ, മൃഗീയ, കഠോരനായിട്ടുള്ള, മനുഷ്യവിരുദ്ധനായിട്ടുള്ള പിശാചിനോടൻ വെടിവെച്ചു കൊള്ളണം എന്നാണ് ഇവരെല്ലാരും പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറയാമല്ലോ, നമ്മുടെ TG മോഹൻദാസ് അമ്മാവൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്നെ വേണമെങ്കിൽ ഇവരങ്ങ് വെടിവെച്ച് കൊന്നോട്ടെ. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും വീട്ടില് മുറി അടച്ചിട്ടിട്ട് ഭാര്യയോടും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടും വീടിനകത്തിരുന്ന് പറഞ്ഞ അതേ കാര്യമാണ് നമ്മൾ TG മോഹൻദാസ് അമ്മാവൻ പറഞ്ഞ. അങ്ങേർക്ക് ഈ മറച്ചു വെക്കാനൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങേര് ഒരു ചാനലിൽ പോയിരുന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഉള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. അതായത് ഈ രാജ്യത്തോട് സ്നേഹമുള്ള മനുഷ്യരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനകത്ത് വാതിലടച്ചിരുന്നിട്ട് പറഞ്ഞ കാര്യം തന്നെയാണെന്ന് ഇത്. വേറെ വല്ല രാജ്യത്ത് വരുന്ന ഇവനക്ക് വിവരം പറഞ്ഞാൽ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലാം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ പറയുന്ന ജനാധിപത്യ, മതേതര, പുരോഗമന, വർഗ, ബഹുജന, ഫാഷിസ്റ്റ് വിരുദ്ധ തട്ടിപ്പുകാരുണ്ടല്ലോ, അവരുടെ കണ്ണു പൊട്ടിപ്പോകുന്ന ഭീകരമായ ഇരട്ടത്താപ്പ്. ഡ്യൂപ്ലിസിറ്റി, ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ പാറ്റകളെ വെടിവെച്ച് കൊല്ലണം, പാറ്റകളെ വെടിവെച്ച് കൊല്ലണം എന്നൊന്നും അങ്ങേര് പറഞ്ഞില്ല. ഇല്ലാത്ത കാര്യം അങ്ങേരുടെ മേലെ നമ്മൾ ആരോപിക്കാൻ പാടില്ലല്ലോ. അങ്ങേര് പറയുന്നത് വേണമെങ്കിൽ ഇറ്റ്സ് ആൻ ഓപ്ഷൻ, ഇതൊരു ഓപ്ഷൻ ആണ് എന്നാണ് TG മോഹൻദാസ് അമ്മാവൻ പറയുന്നത്. പിന്നെ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുവാനെന്ന് മൂപ്പര് പറഞ്ഞ പുള്ളി അല്ലല്ലോ. അത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെതിരെ ഈ വാളും പരിചയമൊക്കെ ആയിട്ട് പോരാളികളായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആരാ? യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പ്രധാനമായിട്ട് ഒന്നാമത് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല, സാധാരണ മുസ്ലിമുകൾ ഉൾപ്പെടെ. സാധാരണ മുസ്ലിമുകൾ, ഇസ്ലാമിസ്റ്റുകൾ, സുഡാപ്പികൾ, എല്ലാവരും. എല്ലാ മുസ്ലിമുകളും സുഡാപ്പികളല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വേർതിരിച്ച് പറഞ്ഞത്. പക്ഷെ ഇൻ എഫക്ട് പലപ്പോഴും അവർ സുഡാപ്പികളെ പോലെ പെരുമാറും എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ചാനലിനോട് അവർ പെരുമാറി എങ്ങനെയാണ് നമ്മൾ കണ്ടല്ലോ. പോട്ടെ, അതൊക്കെ വിട്ടേക്കും. അപ്പൊ മുസ്ലിമുകൾ, ഇസ്ലാമിസ്റ്റുകൾ, സുഡാപ്പികൾ, ഇവർ ഒരു വിഭാഗത്തിൽ ചേർത്ത് കഴിഞ്ഞ് ഇവരാണ് TG മോഹൻദാസ് അമ്മാവനെ കൊലക്കി കൊടുക്കണം എന്ന് വിളിച്ചു പറയുന്നത് അല്ലെ. ഇവരുടെ ഇരട്ടത്താപ്പ് ഞാൻ ആദ്യം പറയാം. ഇറാനിൽ സമരം ചെയ്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, രണ്ടവരുടെ ജനാധിപത്യം വേണം. കുറെ കാലമായി ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ ഭരിക്കുന്നു, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്, ഞങ്ങളുടെ അവകാശങ്ങളെ എല്ലാം ചവിട്ടി തേച്ച് ഇനി ഭരിക്കാൻ നിവർത്തിയില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഈ രീതിയിലുള്ള മത തീവ്രവാദം നിവർത്തിയില്ല എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം തന്നെയായിരുന്നല്ലോ അവരുടെയും പ്രശ്നം. ഈ സ്വാതന്ത്ര്യത്തെ ഈ നാട്ടിലെ ഇപ്പോൾ TG മോഹൻദാസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങേർക്കെതിരെ കൊലക്കേസിന് കേസെടുക്കണം എന്ന് പറഞ്ഞ പാറ്റകളുടെ അഴിഞ്ഞാട്ടത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകൾ ഇറാനിലെ സ്വാതന്ത്ര്യത്തിന്റെ സമരം വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ നിലപാടെന്തായിരുന്നു? അതിനോടുള്ള നിലപാടെന്തായിരുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തായിരുന്നു നിലപാട്? അവിടുത്തെ ഖമനേയി ജീവിച്ചിരുന്ന സമയത്ത് അങ്ങേരുടെ പോലീസ് അവിടെ സമരം ചെയ്ത ആളുകളെ എന്താ ചെയ്ത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ചെയ്ത്? വെടിവെച്ച് കൊല്ലുമല്ലേ ചെയ്ത്? വെറുതെ പട്ടാപ്പകൽ വെടിവെച്ച് ആയിരക്കണക്കിന് പിള്ളേരെ കൊന്നു കളഞ്ഞു. അല്ലെ, അതും സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ നിലപാടെന്തായിരുന്നു? അത് വേണ്ട, കാരണം അവിടെ മതരാഷ്ട്രത്തിന് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളുടെ പോരാളികൾക്ക് മനസ്സ് വിങ്ങും. അത് വേണ്ട, മതരാഷ്ട്രം അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, മതരാഷ്ട്രത്തിനെതിരെയുള്ള കലാപമൊന്നും വേണ്ട. അപ്പൊ അവിടെ സ്വാതന്ത്ര്യം വേണ്ട, ജനാധിപത്യം വേണ്ട, സ്ത്രീ സ്വാതന്ത്ര്യം വേണ്ട, ഇതൊന്നും വേണ്ട. ഇത് പാറ്റകൾ പറയുമ്പോൾ അത് മതി. കാരണം എന്താ? ഇന്ത്യയിൽ ഭരിക്കുന്നത് ഒരു ഹിന്ദുത്വ സർക്കാരാണ്, അതിനെ അട്ടിമറിക്കണം. അതാണ് അപ്പൊ ഒന്നാമത്തെ ഇരട്ടത്താപ്പ്. മനസ്സിലായല്ലോ. രാത്രിയിലെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങിയിരുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഹമാസ് വന്നിട്ട് ഇസ്രയേലിൽ വന്നിട്ട് ഒരു ദിവസം താണ്ഡവമാടി. ഒരു ദിവസം പരിവരാ വിളിക്കുന്ന സമയത്ത് ഉച്ചവരെ താണ്ഡവമാടി ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നു കളഞ്ഞു. അങ്ങനെ കൊന്നത് ധൃതരാഷ്ട്രയുടെ മഹാഭാരതത്തിലെ ഭീമനെ കൊല്ലാൻ നോക്കിയതുപോലെ ആലിംഗനം ചെന്ന് കെട്ടിപ്പിടിച്ചിട്ടാണോ
കൊല്ലാൻ നോക്കിയത്? അല്ലല്ലോ, വെടിവെച്ചല്ലേ കൊല്ലാൻ നോക്കിയത്. വെടിവെച്ചും വെട്ടിയും കുത്തിയും മാനഭംഗപ്പെടുത്തി സ്ത്രീകളെ പീഡിപ്പിച്ചും ഒക്കെയാണ് അവിടെ കൊന്നത് അല്ലെ. മഹാഭൂരിപക്ഷ ആളുകളെയും വെടിവെച്ചാണ് കൊന്നത്, തോക്കുമായിട്ടാണല്ലോ വന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് മനസ്സ് വേദനിച്ചോ? ഇല്ലല്ലോ. ഹേ, ടി ജി മോഹൻദാസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഹമാസ് ചെയ്ത്, ഇറാന് ചെയ്ത്. അന്ന് നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾക്ക്, സുഡാപ്പികൾക്ക് ഒന്നും മനസ്സ് വേദനിച്ചില്ല അല്ലെ. അതെല്ലാം സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്, പിറന്ന മണ്ണിനോടുള്ള ആത്മാർത്ഥതയാണ്. ഏത് മറ്റൊരു രാജ്യത്ത് നിന്ന് അവിടെ ചുമ്മാ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നു. കാരണം എന്താ? മതമാണ് അവിടെ വിഷയം. അപ്പൊ അതിനും പ്രശ്നമില്ല. അപ്പൊ അവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലായല്ലോ. അടുത്തതാരാ? ഇടത് ജനാധിപത്യ പോരാളികൾ. അവരുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറാം. നിങ്ങൾ നോക്കൂ, 1989 ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ അല്ലെ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്ന സംഭവം. അവിടെ എന്താ സംഭവിച്ചത്? അവിടെയും അന്നത്തെ ജൻസി തെരുവിലിറങ്ങി സമാധാനപരമായി പ്രക്ഷോഭം നടത്തുകയത്, സമാധാനപരമായി സമരം ചെയ്തു. അവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമായിരുന്നു. ഈ ഞങ്ങളെ അടിച്ചമർത്തി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാതെ ശ്വാസം പൊട്ടിച്ച് കൊല്ലാൻ പറ്റില്ല, ഞങ്ങൾക്ക് ജനാധിപത്യം വേണം എന്നുള്ളതായിരുന്നല്ലോ അല്ലെ. അല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും 10 കിലോ സ്വർണം വീതം തരണം എന്നാണോ ആ കുട്ടികൾ പറഞ്ഞു? അല്ലല്ലോ. അവിടെയും ജനാധിപത്യം. അന്ന് അവിടുത്തെ ചൈനീസ് സർക്കാർ എന്തായിരുന്നു നിലപാട്? ഒന്നുമില്ല, നേരെ നിരത്തി പിടിച്ച് വെടിവെച്ച് നൂറുകണക്കിന് കുട്ടികളെ കൊന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് ആഹ്ലാദം രേഖപ്പെടുത്തി. കാരണം എന്താ? ചൈനീസ് ഭരണകൂടം, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ആകെ മുതലും കാള വിറ്റതും കൂടെ ഉള്ളത് ആ സമയത്ത്. കാരണം കിഴക്കൻ യൂറോപ്പിലും സോവിയറ്റ് യൂണിയനിലും ഉൾപ്പെടെ ജനാധിപത്യം വന്ന്, സ്വാതന്ത്ര്യം വന്ന്, ഇതെല്ലാം കമ്മ്യൂണിസം ഒലിച്ചു പോയിരിക്കുന്ന സമയമാണ്. അപ്പൊ ആകെ ഉള്ളത് ചൈനയിലാണ്. അപ്പൊ അതെങ്കിലും സംരക്ഷിച്ച് നിർത്താൻ സാധിച്ചല്ലോ എന്നോർത്ത് നെടുവീർപ്പിട്ടു, ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ. അപ്പൊ അവിടുത്തെ കുട്ടികളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമില്ല അല്ലെ. ഇവരുടെ അമ്മാവനുണ്ടല്ലോ നോർത്ത് കൊറിയയില്, ഉത്തര കൊറിയയില്, കിം ജുങ് ഉങ്, അങ്ങേരെടുക്ക ചേട്ടാ ഞങ്ങൾ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ അങ്ങേരെന്താ, ബാ മോനെ ഞാൻ 4 കൂട്ടി സദ്യ തരാന്ന് പറഞ്ഞ് ഇലയിട്ടിരുത്തി സദ്യ കൊടുക്കും, വെടിവെച്ച് കൊല്ലും. സ്വന്തം അമ്മാവനെ വെട്ടി പട്ടിക്കിട്ട് കൊടുത്തെന്നാണ് നാട്ടുകാർ പറഞ്ഞത്, എനിക്കറിയില്ല. പക്ഷെ അതാണ് ആള് അല്ലെ, ഇവരുടെ സ്വന്തക്കാരാ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഈ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നോ? അയ്യോ, ടി ജി മോഹൻദാസ് ചെയ്തത് പറഞ്ഞത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതായിരുന്നു ടിയാനൻമെൻ സ്ക്വയറിൽ നൂറുകണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികളെ വെടിവെച്ച് കൊന്നത്. അതിനെക്കുറിച്ച് മിണ്ടില്ല. അതാണ് അവരുടെ ഇരട്ടത്താപ്പ്. തീർന്നില്ല കേട്ടോ, ഇനിയും പറയാനുണ്ട്. ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ നീ എന്തിനാണ് ചൈനയിലേക്ക് പോകുന്നത്? ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ, ഇന്ത്യയിലെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ജനാധിപത്യം കമ്മ്യൂണിസം കൂടെ ചേർന്ന് പോകുന്നത് അത് തന്നെ ഒരു ഓക്സിമോറാണ്. ഇത് രണ്ടും ചേർന്ന് പോകാത്ത സംഭവം. ജനാധിപത്യം ഉള്ളിടത്ത് കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസം ഉള്ളിടത്ത് ഒരിടത്തും ജനാധിപത്യം ഇല്ല. ഇന്ത്യയിൽ മാത്രം ഇത് വേറൊരു ഉടായ്പാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്തുവാട്ടെ, അപ്പൊ നീ എന്ന് ഇന്ത്യയിലെ കാര്യം പറയാത്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. വെസ്റ്റ് ബംഗാളിലെ നന്ദിഗ്രാമിൽ ഇവരെന്താ ചെയ്ത്? അവിടുത്തെ സമരക്കാരെ, അവിടുത്തെ CPM-ന്റെ സർക്കാർ വെസ്റ്റ് ബംഗാളിലെ നന്ദിഗ്രാമിൽ എങ്ങനെയാണ് നേരിട്ടത്? കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണോ ചെയ്ത്? അല്ലല്ലോ, വെടിവെച്ച് കൊല്ലുകയത്. 10-15 പേരെ വെടിവെച്ച് കൊന്ന CPM-ന്റെ അതേ സർക്കാരാണ്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ഇസ്ലാമോ ലെഫ്റ്റ് പുരോഗമന ജനാധിപത്യ ഈ രാജ്യവിരുദ്ധ ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, അവർക്കെല്ലാം ഈ പാറ്റകളോട് ഇപ്പൊ സ്നേഹം ഉണ്ടാകാനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം, ഒന്ന്, അവര് രാജ്യത്തിനെതിരാണ്. 2, ഈ രാജ്യത്തെ സംസ്കാരത്തിനെതിരാണ്, നമ്മുടെ സാംസ്കാരികതയ്ക്കെതിരാണ്, ഹിന്ദുക്കൾക്കെതിരാണ്, ഹിന്ദു മതത്തിനെതിരാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം അറിയാമല്ലോ, അള്ളാഹ് കാ നാം രഹേഗ. ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിനെ ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇസ്ലാമോ ലെഫ്റ്റിന് നന്നായിട്ട് സുഖിച്ചു. അതല്ലേ ഇവരുള്ള സ്നേഹം. ഹിന്ദു വിരുദ്ധമാണെന്നുള്ളതാണ് ഈ ഇടത് ജനാധിപത്യ മതേതര പുരോഗമന കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള, സുഡാപ്പികൾ ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഈ പാറ്റകളിൽ അവർ കാണുന്ന ഗുണം എന്താണ്? ഈ പറഞ്ഞതുപോലെ അവർ ഹിന്ദു വിരുദ്ധരാണ്, രാജ്യത്തിന്, സംസ്കാരത്തിനെതിരെ, രാജ്യത്തിനെതിരാണെന്നുള്ളത് മാത്രമാണ് അവർ കാണുന്ന ഒരു ക്വാളിറ്റി. കാരണം എന്താണെന്നറിയാവോ? ഹിന്ദു വിരുദ്ധരായി കഴിയുമ്പോൾ അവരുടെ തോന്നിയവാസത്തിനല്ല, അവിടെ വിളിച്ച മുദ്രാവാക്യം എന്താ? പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണം. പറഞ്ഞതാണോ? പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അച്ഛനെ അമ്മയും തെറി വിളിക്കുന്നു. അത് പിന്നെ ഇവരുടെ സംസ്കാരമാവും. നമ്മുടെ ചാനലിൽ വന്നിട്ട് കൊമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ. അല്ലെങ്കിൽ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം നാഴിക നാട്ടുപോട്ടം പറയുന്ന ആളുകള് മറ്റുള്ളവരുടെ അച്ഛനെ അമ്മയും തെറി വിളിക്കൂ. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് നോക്കിയാൽ മതി. അത് പോട്ടെ, അവരുടെ സംസ്കാരം എന്ന് വെച്ചാൽ അതങ്ങ് വിട്ടേക്കും. ഞാൻ പറയുന്നത്, പ്രധാനമന്ത്രിയുടെ അച്ഛനെ അമ്മയും തെറി വിളിക്കുന്നു, പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊള്ളണം എന്ന് പറയുന്നു, പാർലമെന്റ് ആക്രമിച്ച് നശിപ്പിക്കണമെന്ന് പറയുന്നു, രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കണമെന്ന് പറയുന്നു, ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ എല്ലാം അധിക്ഷേപിക്കുന്നു. ഇപ്പുറത്ത് അള്ളാഹു അക്ബർ ഇങ്ങനെ പൊക്കിയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണല്ലോ ഇവരുടെ പരിപാടി. അപ്പോ രാജ്യവിരുദ്ധരായ ഈ ആളുകളെ വെടിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം രാജ്യം നിലനിർത്താൻ വേണ്ടി ഇറാനിലാവാം അല്ലെ, ചൈനയിലാവാം, ഇവിടെ എല്ലാം രാജ്യത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വരുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളെ വെടിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കല്ല
ഇവർ അനുകൂലമാണല്ലോ അതിന്. പക്ഷേ ഇന്ത്യയിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വരുന്ന രാജ്യത്ത് ഭരണ സ്ഥിരതയെ അട്ടിമറിക്കാൻ വരുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളെ വെടിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അപ്പോഴേക്കും മനുഷ്യത്വം ഒന്നും അതായി. കാരണം ഇവർക്ക് രാജ്യമല്ല വലുത്, ഇവരെ സംബന്ധിച്ച് വലുതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്ലാമോ ലെഫ്റ്റ് ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, അവരെ എങ്ങനെയെങ്കിലും ഭരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഹിഡൻ അജണ്ട. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിമുകൾക്കെല്ലാം ദൈവമാണ് മുലായം സിംഗ് യാദവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? അങ്ങനെ അവർക്ക് ഈ കേരളത്തിലെ മുസ്ലിമുകൾക്കും ഈ പറയുന്ന സുഡാപ്പികൾക്കും അതുപോലെ ഇടത് ജിഹാദികൾക്കും എല്ലാവർക്കും ഈ മുലായം സിംഗ് യാദവ് അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോട് ഇത്രയും സ്നേഹം ഉണ്ടാകാനുള്ള കാരണം എന്താ? 1990 നൂറുകണക്കിന് കർഷകരെ, അതായത് ഹിന്ദുക്കളെ അവിടെ വെടിവെച്ച് കൊന്നു മുലായം സിംഗ് യാദവ്, അല്ലെ? അയോധ്യയിൽ നടന്ന സംഭവമല്ലേ അത്? ബാബറി മസ്ജിദ് പൊളിക്കാനൊന്നും ചെന്നതല്ല. ഈ പറയുന്ന സംഭവം നടക്കുന്നത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കർസേവ നടത്താനായിട്ട് ചെന്ന ആളുകളാണ്, അല്ലെ? രാജീവ് ഗാന്ധി സർക്കാരിന്, ഇപ്പോഴത്തെ മതേതര പോരാളിയായ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ആണ് ഇത് തുറന്നു കൊടുത്തിട്ട് അവിടെ കർസേവ നടത്താനായിട്ട് സർക്കാർ അനുമതിയോടുകൂടി ചെന്ന കർസേവകരെ, അതായത് ഹിന്ദുക്കളായ കർസേവകരെ വെടിവെച്ച് കൊന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്കല്ല ഈ മുലായം സിംഗ് യാദവ് ദൈവമായിട്ട് മാറുന്നത്, അല്ലെ? അപ്പൊ മുലായം സിംഗ് യാദവിനും ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ല ഇവർ പിന്തുണയ്ക്കും. നിങ്ങൾ നോക്കൂ, ഇരട്ടത്താപ്പല്ലെങ്കിൽ പിന്നെ ഇതെന്താ? ഇറാനില് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്താൽ വെടിവെച്ച് കൊല്ലാം, നമ്മുടെ ഇസ്ലാമോ ലെഫ്റ്റ് ഇക്കോസിസ്റ്റം അതിനെ പിന്തുണയ്ക്കും. ഹമാസ് നിരപരാധികളായ ഇസ്രായേലികളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാലും എം സ്വരാജ് ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവന നമുക്കറിയാമല്ലോ, അവരെല്ലാം സ്വാതന്ത്ര്യ സമര പോരാളികളാണ്, ഇവർ പിന്തുണയ്ക്കും. ചൈനയിലും ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അന്നത്തെ ജൻസി, സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച ജൻസിയെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ലോബി എല്ലാം അതിനെ പിന്തുണയ്ക്കും, ഒരു കുഴപ്പമില്ല. ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്ന മുലായം സിംഗ് യാദവിനും ഇവർക്ക് പൂർണ്ണ പിന്തുണ ഇവർ കൊടുക്കും. ഇനി ഇതിന്റെ ഇടയിൽ വേറൊരു വിഭാഗമുണ്ട്. ഇതിന്റെ ഇടയിൽ കുളം കലക്കി മീൻ പിടിക്കാൻ വരുന്ന നമ്മുടെ ടി ജി അമ്മാവനെ തൂക്കിക്കൊല്ലണം പ്രമേയം പാസാക്കി വേറൊരു വിഭാഗമാണ് ആദിവാസി സംരക്ഷണം, ദളിത് മുന്നേറ്റം, ദളിത് സംരക്ഷണം, ദളിത് ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വിഭാഗം നടക്കുന്നുണ്ട്. എല്ലാം ഈ പറയുന്ന ഇസ്ലാമോ ലെഫ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് കേട്ടോ, അത് നിങ്ങൾ മറക്കരുത്. അവർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? 2002 2003 മുത്തങ്ങ വെടിവെപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? AK ആന്റണി, ഇന്നത്തെ മതേതരന്മാരായ ദളിതരുടെ സ്വന്തം ആളുകളായ കോൺഗ്രസ്സുകാരുടെ സർക്കാരായിരുന്നു AK ആന്റണി ഭരിച്ചിരുന്ന കാലത്ത്. മുത്തങ്ങ സമരം എന്തായിരുന്നു അവരുടെ ആവശ്യം? അല്ലെ? എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 പവൻ വീതം സ്വർണം കൊടുക്കണമെന്നാണോ? അല്ല, അവർക്ക് ഭൂമി കൊടുക്കാമെന്ന് കോൺഗ്രസ് സർക്കാർ, ആന്റണി സർക്കാർ തന്നെ വാഗ്ദാനം കൊടുത്ത് ആ വാഗ്ദാനം 2 വർഷം കഴിഞ്ഞും പാലിച്ചില്ല. അപ്പൊ ഞങ്ങൾക്ക് ഭൂമി വേണം, കിടപ്പാടം, അതിനൊരല്പം ഭൂമി വേണം എന്ന് പറഞ്ഞത് സമരം ചെയ്തവരെയാണ് നമ്മുടെ കോൺഗ്രസ് സർക്കാർ വെടിവെച്ച് കൊന്നത് മുത്തങ്ങയിൽ, അല്ലേ? സത്യമല്ലേ? ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോ TG മോഹൻദാസിനെ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന നമ്മുടെ കോൺഗ്രസ്, മതേതര പുരോഗമന കോൺഗ്രസ്സുകാര് ചെയ്ത പരിപാടിയാ. ദളിതരും ആദിവാസികളും അവർക്ക് ഭൂമി വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തപ്പോൾ അവരെയും വെടിവെച്ച് കൊന്നു, അല്ലെ? അപ്പൊ ഇതിൽ ആർക്കാണ് ഇതിനെതിരെ, ഈ TG മോഹൻദാസിന്റെ എതിരെ കൊലവിളി നടത്താനായിട്ട് ആർക്കാണ് ധാർമ്മികതയുള്ളത്? ധാർമ്മികമായിട്ട് എന്തെങ്കിലും ഒരല്പം മാന്യതയുള്ള ആർക്കാണെന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിസ്റ്റുകൾക്കില്ല, ഈ ദളിത് പോരാട്ടക്കാർക്കില്ല, കോൺഗ്രസ്സുകാർക്കില്ല, ഇടത് ജിഹാദികൾക്ക് ഇല്ല, അല്ലെ? അപ്പോ പിന്നെ TG മോഹൻദാസ് പറഞ്ഞത് മാന്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. അത് അങ്ങേരുടെ അഭിപ്രായം പറഞ്ഞു. ഈ നാട്ടിൽ ആർക്കും എന്തും അഭിപ്രായം പറയാനായിട്ട്, പ്രധാനമന്ത്രി ജനിക്കുന്നതിന് 3 വർഷം മുമ്പ് അങ്ങേരുടെ അച്ഛൻ മരിച്ചുപോയി, അപ്പൊ അമ്മ എങ്ങനെയാണ് 3 വർഷം കഴിഞ്ഞ് പ്രസവിച്ചത് എന്ന് വരെ പരസ്യമായിട്ട് ചോദിക്കാനായിട്ട് പല അഴിഞ്ഞാട്ടക്കാർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിരുന്നാണ് TG മോഹൻദാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിൽ തെറ്റോ ശരിയോ അങ്ങേരെ തൂക്കിക്കൊള്ളണമെന്നും പറഞ്ഞു ഒരു കേസും ഇതിനെതിരെ നിലനിൽക്കാൻ പോകുന്നില്ല, ഒരു കേസും നിലനിൽക്കാൻ പോകുന്നില്ല. അങ്ങേര് ഒരു വക്കീലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേർക്ക് കേസൊക്കെ പുല്ല, അങ്ങേര് നേരിട്ടുള്ളൂ. പക്ഷേ എന്റെ പ്രശ്നം TG മോഹൻദാസ് അല്ല, ഇവിടെയുള്ള ഈ ഇസ്ലാമോ ലെഫ്റ്റ് ഈ ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, ഇടത് മതേതര പുരോഗമന ജനാധിപത്യ ഈ ഇക്കോസിസ്റ്റം, ഈ രാജ്യവിരുദ്ധ ഇക്കോസിസ്റ്റം, ഹിന്ദു വിരുദ്ധ ഇക്കോസിസ്റ്റം, അവരുടെ തനി നിറം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പിന്നെ നമ്മുടെ കോൺഗ്രസ്സുകാരെ പോലെ ഏത് കാര്യം, ഏത് കുളവും കലക്കി എനിക്ക് ഒരു ദിവസം പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞ ഒരു രാജകുമാരൻ നടത്തുന്നുണ്ടല്ലോ, അങ്ങേരുടെ ഉള്ളിലൊരു നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ദളിതരെ വെടിവെച്ച് കൊന്ന ആളുകളാണ് ഇപ്പോ ഇവിടെ TG മോഹൻദാസിനെതിരെ പടവാൾ ഉയർത്തി അങ്ങേരുടെ രക്തത്തിന് വേണ്ടി ആക്രോശം നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ പറയുന്ന മതേതര മുഖംമൂടി ഇട്ട് നടക്കുന്ന എല്ലാവരുടെയും മുഖംമൂടി അഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളത് ഈ ഇസ്ലാമോ ലെഫ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ അതിന്റെ ഭീകരമായിട്ടുള്ള മുഖമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇറാനിൽ ഖമനിയുടെ സർക്കാർ ചെയ്തത്
അതുപോലെ ചൈനയിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് ഇത് തന്നെയാണ് ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ചെയ്യണം, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന് ടി ജി മോഹൻദാസ് പറഞ്ഞത്. ഇറാനിൽ ചെയ്യുമ്പോഴും ചൈനയിൽ ചെയ്യുമ്പോൾ ഇവിടെ നരേന്ദ്രമോദി മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി ഫാഷിസ്റ്റാന്ന് പറയുന്നവനൊക്കെ തലയ്ക്ക് വട്ട. ഞാൻ പറഞ്ഞല്ലോ, വല്ല യോഗി ആദിത്യനാഥോ വല്ല സുവേന്ദു അധികാരിയൊക്കെ ആയിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലേ, നരേന്ദ്രമോദിയെ പോലെ ഒരു ഗാന്ധിയനെ ഈ രാജ്യം കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയും. എന്നിട്ട് ആ മനുഷ്യൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ രാജ്യം അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് ടി ജി മോഹൻദാസ് അമ്മാവൻ പറഞ്ഞതിന് അമ്മാവന് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അത് തന്നെയാണ് വേണ്ടതെന്ന് ചില ഘട്ടങ്ങളിൽ ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഈ ചെയ്യുന്നത് പോലെ ഈ പറയുന്ന ഇടത് ജിഹാദി മതേതര മുഖം മൂടിയിട്ട് നടക്കുന്ന ഇക്കോസിസ്റ്റത്തിന്റെ തനി നിറം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തൂ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.